ഹായ് ഫ്രണ്ട്സ്, ജോബ് സെക്യൂർ ആൻഡ് ലോ എമിനൻസിൻ്റെ ക്ലീ 7 days സീരീസിൻ്റെ 3ാമത്തെ ദിവസത്തിലേക്കാണ് നമ്മളിപ്പോൾ കടന്നിരിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മെൻ്റൽ എബിലിറ്റിയിൽ വരാവുന്ന എല്ലാ ടൈപ്പ് പാറ്റേണും ഒന്ന് കണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ജോബ് സെക്യൂറിയുടെ ഓൾ കേരള മോക്ക് ടെസ്റ്റ് കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്നു. അത് അറ്റൻഡ് ചെയ്തവരായിരിക്കും ഭൂരിഭാഗം പേരും. 2000-ലധികം രജിസ്ട്രേഷനാണ് അതിന് ഞങ്ങൾക്ക് കിട്ടിയത്. അത്രയധികം കുട്ടികൾ ഒരേ സമയം ആ എക്സാം എഴുതുകയും ആ എക്സാമിനെക്കുറിച്ച് അത്രയും നല്ല അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ആവശ്യാനുസരണമാണ് ഞങ്ങൾ ഇങ്ങനെയൊരു സീരീസിനെ കുറിച്ച് ആലോചിക്കുന്നത്. ഇന്ന് ഞാൻ ക്ലീയുടെ മെൻ്റൽ എബിലിറ്റി ഏരിയയിലേക്കാണ് കടക്കുന്നത്. നമ്മളെല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഒന്ന് കണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ സീരീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്പർ സീരീസ് ഏരിയയിൽ നിന്ന് എല്ലാ വർഷവും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണാം. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്: 4, 2, 2, 4, 16, 128, ഫൈൻഡ് ദ നെക്സ്റ്റ് നമ്പർ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, 4ൻ്റെ ഹാഫ് ആണ് 2, അതായത് 4 × 1/2 ആണ് 2 വരുന്നത്, ഇൻറ്റു 1/2. ഇനി 2 × 1 ആണ് 2 വരുന്നത്. നെക്സ്റ്റ് 2 × 2, 4. 4 × 4, 16. 16 × എത്ര വരണം? അപ്പം ഇൻറ്റു ഹാഫ് ഇൻറ്റു 1, അത് ഹാഫിൻ്റെ ഇരട്ടി 1, 1ൻ്റെ ഇരട്ടി 2, 2ൻ്റെ ഇരട്ടി 4, 4ൻ്റെ ഇരട്ടി 8. അപ്പോൾ അടുത്ത ഏത് വരും? 128 × 16. 128 × 16 എത്ര എന്ന ആൻസർ കിട്ടും? 2048 എന്നുള്ള ആൻസറിലേക്ക് പോകും. ഓക്കെ, അപ്പം നമ്പർ സീരീസ് ഏരിയയിൽ നിന്ന് എല്ലാ വർഷവും നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഏവറേജിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നത്. ഏവറേജ് ഏജ് ഓഫ് 12 സ്റ്റുഡൻസ് അറ്റ് പ്രസൻറ്റ് ഈസ് 12 years. ദെൻ വാട്ട് വിൽ ബി ദ ഏവറേജ് ഏജ് ടേക്കൺ ആഫ്റ്റർ 12 years? 12 years കഴിഞ്ഞാൽ എത്ര വരും? അപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ 12 കുട്ടികളെയും ഈ 12 സ്റ്റുഡൻസിനെയും വീണ്ടും 12 years കഴിഞ്ഞ് ഇവരുടെ ഒരു ഗെറ്റ് ടുഗദർ വന്നു എന്ന് വിചാരിക്കാം. അപ്പം ആ അറ്റൻഡ് ചെയ്യുന്ന ഓരോ കുട്ടിക്കും എത്ര വയസ്സ് കൂടിയിട്ടുണ്ടാവും? 12 years കൂടിയിട്ടുണ്ടാവും. അപ്പം ഏവറേജ് എത്ര കൂടും? 12 ആഡ് ചെയ്യണം. അപ്പോൾ ഓൾറെഡി ഉള്ള ഏവറേജ് എത്രയാണ്? 12 ആണ്. ഇപ്പോൾ എത്രയാവും? 24 ആവും. അതാണ് അവിടെ ചെയ്യേണ്ടത്. എല്ലാ നമ്പേഴ്സിനും ഒരേ സെയിം നമ്പർ കൂടുകയാണെങ്കിൽ ഏവറേജും അതേ നമ്പർ കൂടും. ഈ 12 yearsന് പകരം 6 years കഴിഞ്ഞിട്ടാണെന്ന് വെച്ചാൽ 12 + 6, 18 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഏവറേജിൻ്റെ കൺസെപ്റ്റിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, എല്ലാ ഒബ്സർവേഷൻസിനും ഒരു പ്രത്യേക നമ്പർ കൂടുകയാണെങ്കിൽ ഏവറേജിലും അതേ നമ്പർ കൂടുകയാണ് ചെയ്യുക. ഞാനിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. ഏജുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇവിടെ നമ്മളെ അടുത്ത് എന്താ പറയുന്നത്? A is 2 years older than B, who is twice as old as C. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ, ഇങ്ങനത്തെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഏറ്റവും ചെറിയ ആളുടെ ഏജ് X ആണ് എന്ന് എടുക്കണം. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഏറ്റവും ചെറിയ ആളാരാ? C ആണ്. സിയുടെ ഏജ് X ആണ് എന്ന് വിചാരിക്കുക. അപ്പം ബിയുടെ ഏജ് എത്രയായി? B, who is twice as old as C. സിക്ക് X വയസ്സാണെങ്കിൽ ബിക്ക് എത്ര വയസ്സായി? 2X ആയി. അപ്പോൾ എയുടെ വയസ്സോ? A is 2 years older than B. അപ്പോൾ എത്രയായി? 2X + 2. അപ്പം നിങ്ങൾ നോക്കൂ, 2X + 2 + 2X + X. 3 എയുടെയും ബിയുടെയും സിയുടെയും ഏജായി. ഈ 3 പേരുടെയും ഏജ് ആഡ് ചെയ്താൽ എത്ര കിട്ടുന്നു എന്നാണ് നമ്മളെടുത്ത് പറയുന്നത്? 27 = 27. അപ്പം നോക്കൂ, 2X + 2X 4X + X 5X. 5X + 2 = 27. So 5X = 25. So X = 5 എന്ന് കിട്ടും. അപ്പോൾ X ആരുടെ ഏജാ? സിയുടെ ഏജാണ് 5 years. നമ്മളെടുത്ത് കണ്ടുപിടിക്കാൻ പറയുന്നത് എന്താ? ദെൻ ഹൗ ഓൾഡ് ഈസ് ബി എന്നാണ് ചോദ്യം. ബിക്ക് എത്രയാണ് വയസ്സ്? 2X. 2X എന്ന് പറഞ്ഞാൽ 2 × 5 10 years.
മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ എപ്പോഴും ഏറ്റവും ചെറിയ ആളുടെ ഏജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത് അത്രയും കുറഞ്ഞു കിട്ടും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കടക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഡയറക്ഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് നോക്കൂ. വൺ മോർണിംഗ് ആഫ്റ്റർ സൺറൈസ് രാം വാസ് സ്റ്റാൻഡിങ് ഫേസിങ് എ പോൾ. അപ്പോൾ എപ്പോഴും മോർണിംഗ് ആണെങ്കിൽ എവിടെയായിരിക്കും സൺ ഉണ്ടാവുക? ഈവനിങ് ആകുമ്പോൾ എവിടെയായിരിക്കും സൺ ഉണ്ടാവുക? ആ കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. ജോബ് സെക്യൂരിറ്റിയുടെ ഗൈഡ് വാങ്ങിയിട്ടുള്ളൊരു കുട്ടിയാണെന്ന് വെച്ചാൽ അതിനകത്ത് ക്ലിയറായിട്ട് ഇത് പറയുന്നുണ്ട്. കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം മോർണിംഗിൽ സൺ ഉണ്ടാവുക ഈസ്റ്റിലാണ്. നിങ്ങളുടെ ഷാഡോ ഉണ്ടാവുക വെസ്റ്റിലായിരിക്കും. ഷാഡോ വെസ്റ്റിലാണെങ്കിൽ രാം വാസ് സ്റ്റാൻഡിങ് ഫേസിങ് എപ്പോൾ ദ ഷാഡോ എക്സാക്ട്ലി ടു ഹിസ് റൈറ്റ്. ഏത് പോളിലേക്ക് നോക്കി നിൽക്കുന്ന കുട്ടിയുടെ റൈറ്റ് സൈഡിലാണ് വെസ്റ്റ് വരിക? സൗത്തിലേക്ക് നോക്കി നിൽക്കുമ്പോഴേക്കും. സൗത്തിലേക്ക് നോക്കി നിന്നാലാണ് നമ്മുടെ റൈറ്റ് സൈഡിൽ വെസ്റ്റ് വരിക. അപ്പം നമ്മൾ ഏത് സൈഡിലേക്കാണ് നോക്കുന്നത്? സൗത്തിലേക്കാണ്. ഡിസ്റ്റൻസ് ആൻഡ് ഡയറക്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. അപ്പം ഞാൻ അടുത്ത ഏരിയയിലേക്ക് കടക്കുകയാണ്. അടുത്തത് ഓർഡർ ആൻഡ് പൊസിഷൻ. അപ്പോൾ ഇതിനകത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. among 5 friends A is heavier than B. അപ്പം B യേക്കാൾ വലുതാണ്. A is heavier. A ഇവിടെയാണെങ്കിൽ A is heavier than B. A ആണ് വലുത് B യേക്കാൾ. A is heavier than B. C is lighter than D. ഡിയേക്കാൾ ചെറുതാണ് സി. അടുത്ത എന്താ നമ്മളോട് പറയുന്നത്? ബി ഈസ് ലൈറ്റർ ദാൻ ഡി. ബി ഈസ് ലൈറ്റർ ചെറുതാണ് ദാൻ ഡി ബട്ട് ഹെവിയർ ദാൻ ഇ. പക്ഷേ ഇയേക്കാൾ വലുതാണ്. അങ്ങനെയാണെങ്കിൽ ഹൂ എമംഗ് ദം ഈസ് ദ ഹെവിയസ്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ തന്ന 3 എണ്ണത്തിനെയും നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കൂ. ബിയേക്കാൾ ചെറുതാണ് ഇ എന്ന് നമുക്കറിയാം. അപ്പോൾ ഇക്ക് ഇവിടെ ഒരു പൊസിഷൻ കൊടുക്കാം. ഡിയുടെ പൊസിഷൻ എവിടെ കൊടുക്കും? ഡി എയേക്കാൾ വലുതാണോ ചെറുതാണോ എന്ന് നമുക്കറിയില്ല. സിയുടെ പൊസിഷൻ എയേക്കാൾ മുകളിലാണോ താഴെയാണോ എന്ന് നമുക്കറിയില്ല. അപ്പം തന്ന ഇത് വെച്ചിട്ട് നമുക്കിതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പം നമ്മുടെ ആൻസർ എന്ത് വന്നു? ഡാറ്റ ഇൻഎഡ്യൂക്കേറ്റ് എന്നുള്ള ആൻസറിലേക്ക് പോയി. അതായത് ഇവിടെ ഡിയുടെയും സിയുടെയും പൊസിഷൻ ക്ലിയർ അല്ലാത്തത് കൊണ്ട് നമുക്ക് ഇതിനെ കൃത്യമായൊരു ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഡാറ്റ ഇൻഎഡ്യൂക്കേറ്റ് ആണ് ഇവിടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ് ഞാൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓൾവേസ് ഓഡ്? അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾക്കറിയുന്ന സിമ്പിളായ നമ്പേഴ്സ് വെച്ചിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വൺ എന്താ? സം ഓഫ് 2 ഓഡ് നമ്പേഴ്സ്. നമുക്കറിയുന്ന ഒരു ചെറിയ ഓഡ് നമ്പറാണ് 3. വേറൊരു ഓഡ് നമ്പറാണ് 5. അപ്പോൾ 3 നോക്കൂ. 3 + 5. 3 + 5 എത്രയാ? 8. 8 ഒരു ഓഡ് നമ്പറാണോ? അല്ല, ഈവൺ നമ്പറാണ്. അപ്പോൾ സം ഓഫ് 2 ഓഡ് നമ്പേഴ്സ് ഓടാവില്ല. സെക്കൻഡ് ഓപ്ഷൻ നോക്കൂ. ഡിഫറൻസ് ഓഫ് 2 ഓഡ് നമ്പേഴ്സ്. ഇവിടെ തന്നെ നോക്കൂ. 5 - 3. 5 - 3 എത്രയാ? 2. അപ്പം 2 ഓഡ് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് എന്തേ ആവുള്ളൂ? ഈവൺ നമ്പറേ ആവുള്ളൂ. അടുത്തത് നോക്കൂ. പ്രോഡക്റ്റ് ഓഫ് 2 ഓഡ് നമ്പേഴ്സ്. ഇപ്പം 3 × 5. 3 × 5 എത്രയാ? 15. 3 അതൊരു എന്ത് നമ്പറാണ്? ഓഡ് നമ്പറാണ്. അല്ലെങ്കിൽ വേറെ ഒന്ന് നോക്കിക്കോളൂ നിങ്ങൾ. 7 × 5 35. ഓഡ് നമ്പറാണ്. 2 ഓഡ് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് എപ്പോഴും എന്തേ ആവുള്ളൂ? ഓഡ് നമ്പറേ ആവുള്ളൂ. അപ്പോൾ ആൻസർ എന്ത് വരും? ഓപ്ഷൻ സിയിലേക്ക് നമ്മൾ പോകും. ഓക്കെ, ഇത് നമ്പേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടോ എന്ന് നോക്കുന്നൊരു ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. കോഡിംഗ് ഡീകോഡിംഗ് എന്നുള്ള ഏരിയയിൽ നിന്നാണ്. അപ്പോൾ നോക്കൂ. ഇഫ്
D is equal to 4 and cover is equal to 63. അപ്പോൾ എങ്ങനെയാണ് D ഈക്വൽ ടു 4 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം D 4th ലെറ്ററാണ്. അങ്ങനെയാണെങ്കിൽ കവർ എന്നുള്ള ലെറ്ററിനെ നിങ്ങളൊന്ന് എഴുതി നോക്കൂ. COVER. C എത്രാമത്തെ ലെറ്ററാണ്? 3rd ലെറ്ററാണ്. O 15th ലെറ്ററാണ്. VO TUV 22. E 5th ലെറ്റർ. RO RST T 20th ആണെങ്കിൽ R എത്രാമത്തെ ആയിരിക്കും? 18th. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ 63 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ബേസിസിൻ്റെ കോഡാണ് നമ്മളോട് ചോദിക്കുന്നത്. ബേസിസ്. B എത്രാമത്തെയാണ്? 2nd. A 1st. S എത്രാമത്തെയാണ്? 19. I 9. S 19. 19 plus 19 38 plus 2 40 41 50. ആൻസർ 50 എന്നുള്ള ആൻസറിലേക്ക് എത്തും. അപ്പം നമ്മുടെ ആൻസർ എന്ത് വരും? 50. കോഡിംഗ് ഡീകോഡിംഗ് എന്നുള്ളൊരു ഏരിയയും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത ഏരിയയിലേക്ക് കടക്കുകയാണ്. ഈ ക്വസ്റ്റ്യൻ നമുക്കറിയുന്ന പെരിമീറ്റർ, റെക്റ്റാങ്കിൾ, ഏരിയ, ഇതൊക്കെ ബേസിക്കായിട്ട് നമ്മൾ അറിയേണ്ടതാണ്. സ്ക്വയർ എന്താണ്, അതിൻ്റെ പെരിമീറ്റർ എങ്ങനെ വരും, ലെങ്ത്ത്, ബ്രെഡ്ത്ത്, കണക്ഷൻ, അതൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ നോക്കൂ. എ മാൻ ഹാസ് ടു വോക്ക് 6 kilometers ടു കവർ ഓൾ ദ ബൗണ്ടറീസ് ഓഫ് എ റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിളിൻ്റെ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ എന്തായി? പെരിമീറ്ററായി. ഒരു പ്ലോട്ടാണല്ലോ, റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളൊരു പ്ലോട്ടാണെങ്കിൽ അതിൻ്റെ പെരിമീറ്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് പ്ലസ് ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത്. അതായത് 2 into L plus B, ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈക്വൽ ടു 6. അതായത് L plus B ഈസ് ഈക്വൽ ടു 3. ലെങ്ത്തും ബ്രെഡ്ത്തും കൂടെ ആഡ് ചെയ്താൽ 3 കിട്ടും. പിന്നെ എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? ആൻഡ് ഏരിയ ഈസ് 2 square kilometers. എങ്ങനെയാണ് ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക? ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഈക്വൽ ടു 2. അതായത് 2 നമ്പേഴ്സ് ആഡ് ചെയ്താൽ 3 കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്താൽ 2 കിട്ടണം. അപ്പം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1ഉം 2. ചിന്തിച്ചാൽ തന്നെ അറിയാം അല്ലേ? ലെങ്ത്ത് 1 ആണെങ്കിൽ ബ്രെഡ്ത്ത് 2 ആണ്, ബ്രെഡ്ത്ത് 2 ആണെങ്കിൽ 1 ആണെങ്കിൽ ലെങ്ത്ത് 1 ആണ്. നമ്മളെടുത്ത ചോദ്യം എന്താ? ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 sides ഓഫ് ദ ഫോം. ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള ഡിഫറൻസ് എത്ര? 2ഉം 1ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്ര? അപ്പോൾ എത്ര എന്ന ആൻസർ കിട്ടും? 1 kilometer എന്നുള്ള ആൻസറിലേക്ക് എത്തും. ഇത് ബേസിക്കായ കാര്യം ഇവിടെ ചോദിക്കുന്നുള്ളൂ. പക്ഷേ ആ കൺസെപ്റ്റ് ക്ലിയർ ആവാഞ്ഞാലാണ് നമ്മൾ പലപ്പോഴും തെറ്റ്. ബൗണ്ടറി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കത് പെരിമീറ്റർ ആണ് എന്നുള്ള കാര്യം ഓർമ്മയിൽ വരണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കേരള ലോ എൻട്രൻസ് എക്സാമിനേഷനിൽ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. അപ്പം നിങ്ങൾക്ക് പ്രീവിയസ് പേപ്പേഴ്സൊക്കെ നോക്കിയിട്ടുള്ളവർ അല്ലെങ്കിൽ ജോബ് സെക്യൂരിയുടെ തന്നെ ഗൈഡിലൂടെയൊക്കെ പോയിട്ടുള്ളവരാണെങ്കിൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ എന്താ? എ സ്കൂട്ടർ ആൻഡ് എ സൈക്കിൾ ടുഗദർ കോസ്റ്റ് 30,000. സ്കൂട്ടറിനെ ഞാൻ S എന്ന് എഴുതുന്നു, സൈക്കിളിനെ ഞാൻ C എന്ന് എഴുതുന്നു. അപ്പോൾ സ്കൂട്ടർ ആൻഡ് സൈക്കിൾ ടുഗദർ എന്ന് പറഞ്ഞാൽ S plus C. S plus C is equal to 30,000. പിന്നെ എന്താ നമ്മളോട് പറയുന്നത്? ദ സ്കൂട്ടർ കോസ്റ്റ് 5 times the as much as the സൈക്കിൾ. സൈക്കിളിന് എത്രയാണോ വില അതിൻ്റെ 5 times ആണ് സ്കൂട്ടറിൻ്റെ വില. സോ S is equal to 5C. അങ്ങനെയാണെങ്കിൽ നമ്മളെടുത്ത ചോദ്യം സ്കൂട്ടറിൻ്റെ വില എത്ര എന്നാണ് ചോദ്യം. സോ സ്കൂട്ടറിൻ്റെ വില ഈ എസിൻ്റെ 5 ഇവിടെ സ്കൂട്ടറിന് പകരം 5C എന്നാക്കി നോക്കൂ. അപ്പോൾ എന്ത് വരും? 6C is equal to 30,000. സോ ഒരു സൈക്കിളിൻ്റെ വില എന്ത് വരും? 30,000 divided by 6 ഈക്വൽ ടു 5,000. ഒരു സൈക്കിളിന് 5,000 ആണെങ്കിൽ ഒരു സ്കൂട്ടറിന് എത്ര വില വരും?
ബാക്കി 25,000 വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഇത് സിമ്പിൾ ഇൻട്രസ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ സ്കൂളിൽ തന്നെ പഠിച്ചത് ഓർമ്മ ഉണ്ടാവും. സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഫോമുല എന്തായിരുന്നു? സിമ്പിൾ ഇൻട്രസ്റ്റ് I ഈസ് ഈക്വൽ ടു PRT by 100. ഇവിടെ P എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട്, R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, T എത്രയാണോ ടേം അത്. അപ്പം നിങ്ങൾക്ക് തന്ന ക്വസ്റ്റ്യൻ നോക്കൂ, സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ 1,500. അപ്പോൾ ഈ 1,500 എന്നുള്ളത് എന്താണ്? പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. സോ P ആണ്. at 7% എന്നുള്ളത് അപ്പോൾ എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഫോർ എ സർട്ടൻ പീരീഡ് ഈസ് ₹2,210. ഇപ്പം 210 എന്നുള്ളത് എന്താണ്? ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? ടീനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 210 ഈസ് ഈക്വൽ ടു 1,500 ഇൻറ്റു T ഇൻറ്റു 7/100. So T is equal to 210 divided by 7 into 15. 30, 15 30 2 times. അപ്പോൾ ആൻസർ എന്ത് വരും? 2 years എന്നുള്ള ആൻസറിലേക്ക് കിടക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റേഷ്യോവുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രീവിയസ് പേപ്പേഴ്സ് കണ്ടാൽ അറിയാം, ആ പേപ്പേഴ്സിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് വരുന്നുണ്ട്, ഏരിയ റിലേറ്റഡ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, റേഷ്യോ റിലേറ്റഡ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്: റേഷ്യോ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ടീച്ചേഴ്സ് ഇൻ എ കോളേജ് ഈസ് ഫൗണ്ട് ടു ബി 3:2. അപ്പോൾ മെയിലും ഫീമെയിലും തമ്മിലുള്ള റേഷ്യോ 3:2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇഫ് ദർ ആർ 60 മെയിൽ ടീച്ചേഴ്സ്, മെയിൽ ടീച്ചേഴ്സിൻ്റെ എണ്ണം 60 ആണെങ്കിൽ ഫീമെയിൽ ടീച്ചേഴ്സ് എത്ര എന്നാണ് ചോദ്യം. 3യെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 60 ആവുക? 3 into 20 അല്ലേ? അപ്പം നമ്മൾ 2വിനെയും 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 into 20 എത്ര എന്ന് കിട്ടും? 40 എന്നുള്ള ആൻസറിലേക്ക് കടക്കും. അപ്പോൾ ആൻസർ എന്ത് വരും? 40 ആൻസർ വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു ഞാൻ. ബ്ലഡ് റിലേഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഇതാണ് ക്വസ്റ്റ്യൻ: കെ ഈസ് എൽസ് വൈഫ്സ് ഹസ്ബൻഡ്സ് ബ്രദർ. ഒരാളുടെ വൈഫിൻ്റെ ഹസ്ബൻഡ് ആരായിരിക്കും? അയാൾ തന്നെയായിരിക്കുമല്ലോ. കെ ഈസ് എൽസ് വൈഫ്സ് ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ എൽസ് ബ്രദർ. കെ എല്ലിൻ്റെ ബ്രദറാണ്. അപ്പം ഞാൻ ഒരേ ജനറേഷനിൽ പോകുന്നവരായതുകൊണ്ട് അവരെ ഒരേ ലൈനിൽ കണക്ട് ചെയ്യാണ്. കെ ഈസ് ബ്രദർ, കെ ഈസ് എൽസ് ബ്രദർ, കെ ഈസ് ബ്രദർ ഓഫ് എൽ. അടുത്ത എന്താ നമ്മളോട് പറയുന്നത്? എം ഈസ് സിസ്റ്റർ ഓഫ് കെ, കെയുടെ സിസ്റ്ററാണ് എം. കെയുടെ സിസ്റ്ററാണ് എല്ലിൻ്റെയും സിസ്റ്റർ ആയിരിക്കുമല്ലോ. പിന്നെ നമ്മളോട് പറയുന്നു എൻ ഈസ് സിസ്റ്റർ ഓഫ് എൽ, എല്ലിൻ്റെ സിസ്റ്ററാണ് എൻ. അങ്ങനെയാണെങ്കിൽ ഹൗ ഈസ് കെ റിലേറ്റഡ് ടു എം എന്നാണ് ചോദ്യം. എമ്മിൻ്റെ ആരാണ് കെ? ആരായിരിക്കും കെ വരുന്നത്? നോക്കൂ, ഒരേ ജനറേഷനാണ്. കെ ആരായിട്ട് വരും? ബ്രദർ എന്നുള്ള ആൻസറിലേക്ക് കടക്കും. ഓക്കെ, അപ്പം കെയുടെ ജെൻഡർ ഏതാണ് എന്നുള്ളത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു ഞാൻ. പ്രോഫിറ്റ് ആൻഡ് ലോസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. എ മാൻ ബൈസ് എ സൈക്കിൾ ഫോർ ₹1,400. 1,400 ഒരു സൈക്കിൾ വാങ്ങി, എന്നിട്ട് ആൻഡ് സെൽസ് ഇറ്റ് അറ്റ് എ ലോസ് ഓഫ് 15%. ഇവിടെ ശരിക്കും നമ്മൾ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കണം. അതിൻ്റെ ഫോർമുല ജോബ് സെക്യൂരിറ്റിയുടെ ഗൈഡിലുണ്ട്, അതൊക്കെ ഉപയോഗിക്കണം. പക്ഷേ ഈ ക്വസ്റ്റ്യനിലൊന്നും അത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. 1,400 ഒരാൾ വാങ്ങി, എന്നിട്ട് 15% ലോസിനാണ് വിൽക്കുന്നത്. 1,400 10% എന്ന് പറഞ്ഞാൽ എത്രയാ?
1400 10% 140 അല്ലേ, 140. അപ്പോൾ 5% എന്ന് പറഞ്ഞാലോ എത്രയായിരിക്കും? ഇതിൻ്റെ ഹാഫ് 70. അപ്പോൾ 15% എന്ന് പറഞ്ഞാൽ എത്ര വരും? 140 + 70 എന്ന് വെച്ചാൽ 210. 1400 രൂപയ്ക്ക് വാങ്ങി 210 രൂപ കുറച്ചിട്ട് കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾ എത്ര രൂപയ്ക്കായിരിക്കും അത് കൊടുത്തിട്ടുണ്ടാവുക? 1190. ഇതിനൊന്നും പെന്ന് പോലും വേണ്ട, ഒരു ഫോർമുലയും വേണ്ട, നിങ്ങൾക്ക് പെന്നും ആവശ്യമില്ല. മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ് ഈ ക്വസ്റ്റ്യനൊക്കെ. ഇതൊക്കെ ആക്ച്വൽ പേപ്പറിൽ ഇതേ ക്വസ്റ്റ്യൻ നമ്പർ മാറി വന്നിട്ടുണ്ട് കേട്ടോ. അതേപോലത്തെ ക്വസ്റ്റ്യനാണ് ഞാൻ കാണിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പെർസെൻറ്റേജുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കൂ. എ ഫ്രൂട്ട് സെല്ലർ ഹാഡ് സം ആപ്പിൾസ്. അയാളുടെ കയ്യിൽ കുറച്ച് ആപ്പിൾസ് ഉണ്ട്. ഹി സെൽസ് 40% ആപ്പിൾസ്. അപ്പോൾ എത്ര പെർസെൻറ്റേജ് ആപ്പിൾസ് ഇദ്ദേഹം വിറ്റ് കഴിഞ്ഞു? 40%. ആൻഡ് സ്റ്റിൽ ഹാസ് 42 ആപ്പിൾസ്. അപ്പം ഇയാളുടെ കയ്യിൽ ഇപ്പോഴും 42 ആപ്പിൾസ് ഉണ്ടെങ്കിൽ 40% വിറ്റ് കഴിഞ്ഞാൽ ബാക്കി എത്ര പെർസെൻറ്റേജ് ആയിരിക്കും ഇയാളുടെ കയ്യിൽ ഉണ്ടാവുക? 60% ആയിരിക്കും. അപ്പോൾ ടോട്ടൽ എത്രയാണോ ആപ്പിൾ ഉള്ളത് അതിൻ്റെ 60% ആവണം 420. നമ്മളടുത്ത ചോദ്യം എന്താ? എത്രയാണ് ഒറിജിനലി ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ എത്ര ആപ്പിൾ ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എക്സ് ആപ്പിൾ ആണുള്ളത് എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ എക്സ് ഇൻറ്റു 60/100 is equal to 420. So x is equal to 420 into 100 divided by 60 equal to 700 എന്നുള്ള ആൻസറിലേക്ക് കയറും. അപ്പോൾ പെർസെൻറ്റേജ് എന്നുള്ള ഒരു ഏരിയയിൽ നിന്നുകൂടെ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പം മെൻ്റൽ എബിലിറ്റിയുടെ ഏതാനും ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഗുണകരമാവുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ജോബ് സെക്യൂരിറ്റിയുടെ പുതിയ വീഡിയോസുമായിട്ട് അടുത്ത ദിവസം അടുത്ത ഏരിയയുമായിട്ട് അടുത്ത ഫാക്കൽറ്റി വരുന്നുണ്ടാവും. അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം. ടേക്ക് കെയർ.